നെടുമങ്ങാട് മരിച്ച 1.5 വയസ്സുകാരൻ രണ്ടാനച്ഛനിൽ നിന്ന് നേരിട്ടത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയാണ്. കുഞ്ഞിന്റെ ശരീരത്തിലാകെ 91 മുറിവുകളാണ് ഉള്ളത്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ആഴത്തിലുള്ള മുറിവുണ്ട്. തലക്കേറ്റ മർദ്ദനം ആന്തരിക രക്തസമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നാണ് കണ്ടെത്തൽ. തെളിവെടുപ്പിനിടെ പ്രതി അഷ്കറിനെ വലിയ ജനരോഷമാണ് ഉണ്ടായത്. കുഞ്ഞിന്റെ അമ്മയും രണ്ടാനച്ഛനെയും 14 ദിവസത്തേക്ക് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഹരി മോഹനാണ് ചേരുന്നത്. ഹരി, ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് വേദന തിന്ന് മരണത്തിന് കീഴടങ്ങുകയാണ്. മനുഷ്യ മനസാക്ഷിയുള്ള മനുഷ്യനായി ജനിച്ച ഒരാളും ഈ ഒരു കുഞ്ഞിന്റെ പേരിൽ നിന്ന് ഒരു പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാത്തതായി കേരളത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ അമ്മ, അതോടൊപ്പം ഈ രണ്ടാനച്ഛൻ, ഇവർ മനുഷ്യരെല്ലാം മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ കഴിയില്ല. അത്രയേറെ ക്രൂരതയാണ് ഈ പിഞ്ച് ശരീരം ഈ 1.5 വയസ്സിനുള്ളിൽ നേരിട്ടത്. 91 മുറിവുകൾ എന്ന് പറയുമ്പോൾ അതിൽ അകത്തും ശരീരത്തിനകത്തും പുറത്തുമെല്ലാം മുറിവുകളാണ്. എന്തുമാത്രം വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഹരി ഈ കുഞ്ഞിന്. അതോടൊപ്പം ഈ അമ്മയെന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീക്ക് ഈ കുഞ്ഞിന്റെ മരണത്തിലുള്ള പങ്കെന്താണ്? ഷിഹാസ്, മനസാക്ഷി മരവിച്ചു പോകുന്ന ക്രൂരത തന്നെയാണ് അഷ്കർ എന്ന കൊടും ക്രിമിനൽ ആ 1.5 വയസ്സുള്ള കുഞ്ഞിനോട് ചെയ്തത്. 91 മുറിവുകൾ ശരീരത്തിന്റെ പുറത്തും അതുപോലെ തന്നെ ആന്തരികമായും 91 മുറിവുകളാണ് ആ കുഞ്ഞിൽ കണ്ടെത്തിയത്. 51 മുറിവുകൾ പുറത്ത് തന്നെ കാണാൻ സാധിക്കും. അതിൽ സിഗരറ്റ് വെച്ച് കൈയിലും കാലിലും തുടയിലും ഒക്കെ തന്നെ പൊള്ളിച്ചതിന്റെ പാടുകളുണ്ട്. ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാടുകൾ മുതുകത്തുണ്ട്. തലയിൽ ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യവും കണ്ടെത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം 51 മുറിവുകളും ആന്റിമോർട്ടം, അതായത് മരണത്തിന് മുൻപുള്ള റിപ്പോർട്ടിൽ 40ഓളം മുറിവുകളുമാണ് ഇതേവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കുറ്റസമ്മതം പ്രതി നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കുഞ്ഞ് കരയുന്നതിനിടെ കുഞ്ഞിനെ ശക്തിയായി തലയ്ക്ക് പിറകിൽ അടിക്കുകയായിരുന്നു. ആ സമയത്ത് കുഞ്ഞിന്റെ ബോധം പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായി ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ 2 കൈകൾ കുഞ്ഞിന്റെ ഒടിഞ്ഞതായി മുൻപ് കണ്ടെത്തിയിരുന്നു. ആ കൈ ഒടിയാനുള്ള കാരണം പോലും പലപ്പോഴുണ്ടായ മർദ്ദനത്തിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 91 മുറിവുകൾ 1 മാസത്തിനിടെ ഉണ്ടായതാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ പോലീസിന് പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടത് അഖിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ്. നിലവിൽ അഖില പറഞ്ഞിരിക്കുന്നത് താൻ ഈ കുഞ്ഞിനെ ആശുപത്രിയിലാക്കുന്ന സമയത്ത് ഒരു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസിന് ഈ മൊഴിയിൽ പലതരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഇതിനോടകം തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അഖിലയുടെ സാന്നിധ്യം, അഖിലയുടെ പങ്കൊക്കെ തന്നെ കൂടുതൽ പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും 2 പേർക്കുമെതിരെ കൊലപാതക കുറ്റമടക്കമുള്ളവ ചുമത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അഷ്കറിനെ തെളിവെടുപ്പിനായി നെടുമങ്ങാട് കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിന് മുന്നിൽ വെച്ച രോഷാകുലരായ ജനങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അവിടെയുള്ള അഷ്കറിന്റെ കാറടക്കം തല്ലിപ്പൊളിക്കുന്ന ഒരു നിലയുണ്ടായി. അതുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയിലാണ് പിന്നീടുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അഖിലയെ അടക്കം തെളിവെടുപ്പ് നടത്താൻ വേണ്ടി കൊണ്ടുവരേണ്ടതുണ്ട്. 2 പേരും വൈകുന്നേരത്തോടുകൂടി തന്നെ റിമാൻഡിലായിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ഇനി കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഈ കേസിൽ മറ്റാരെങ്കിലും പ്രതിയാകുമോ എന്നുള്ള കാര്യം കൂടി വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും കൊടും ക്രൂരതയാണ് കുഞ്ഞ് ഏറ്റുവാങ്ങിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ആ കുഞ്ഞ് 1.5 വയസ്സിനുള്ളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഷിഹാസ്, അത് തന്നെയാണ് ഹരി. അങ്ങനെ വേദന തിന്ന് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയാണ്. നിയമത്തിന്റെ യാതൊരു ആനുകൂല്യങ്ങൾക്കും മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരത ചെയ്ത ഈ അഷ്കർ, അതോടൊപ്പം ഈ അഖില എന്ന് പറയുന്ന 2 വ്യക്തികൾക്ക് അർഹതയില്ല. നിയമപരമായിട്ടുള്ള എല്ലാ ശിക്ഷകളും, ഏറ്റവും കടുത്ത ശിക്ഷകൾ തന്നെ ഇവർ അനുഭവിക്കുകയും വേണം. ഇനി 2 ചിത്രങ്ങൾ കൂടി കാണും.